ഹായ് ടീം, നമസ്കാരം. മോഡി കെയറിൻ്റെ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ജസ്റ്റ് വളരെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താണ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം മോഡി കെയർ എന്ന് പറയുന്ന ഒരു ആപ്പ്. ആ മോഡി കെയർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇത് ഓപ്പൺ ചെയ്ത് വരിക. ഇവിടെ നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലോഗിൻ വിത്ത് MA നമ്പർ ആൻഡ് പാസ്വേഡ്. നമുക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട്, രജിസ്റ്റർ മൊബൈൽ നമ്പർ വെച്ചിട്ട്. പക്ഷേ ലോഗിൻ വിത്ത് MA നമ്പർ ആൻഡ് പാസ്വേഡ് ആകുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് OTP ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കയറാൻ കഴിയും. അപ്പോൾ ലോഗിൻ വിത്ത് MA നമ്പർ പാസ്വേഡ് വെച്ചിട്ട് കയറാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ MA നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ MA നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ കാണും, പാസ്വേഡ് അടിക്കുക. അഥവാ പാസ്വേഡ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാസ്വേഡ് കിട്ടിയില്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ MA നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ റീസെറ്റ് പാസ്വേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പുതിയ പാസ്വേഡ് നിങ്ങളുടെ ഫോണിലേക്ക് കമ്പനി ഡയറക്റ്റ് അയച്ചു തരും. ആ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് MA നമ്പർ പാസ്വേഡ് അടിച്ചിട്ട് സൈൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പാസ്വേഡൊക്കെ അറിയാം എങ്കിൽ ഇവിടെ പാസ്വേഡ് അടിക്കാം. ശേഷം റിമെമ്പർ മീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ സമയത്തും പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, ചൂസ് വി ആർ ഓർഡറിങ് ഫോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഓർഡർ ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് ഓർഡറിൽ നമ്മൾ ഓൾറെഡി പേരൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ദെൻ നമുക്ക് നേരെ കൺഫേം ചെയ്തിട്ട് നമുക്ക് നേരെ ബില്ലിങ്ങിലേക്ക് പോവാം. അതല്ല ഡൗൺലൈനിൽ നമ്മളൊരു ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലൈൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ MA നമ്പർ അടിച്ചു കൊടുക്കാം. ദെൻ കൊറിയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അവരുടെ അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, പോവാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇതിൻ്റെ ബേസിക് മാത്രം പറയുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ഞാനത് സ്കിപ്പ് ചെയ്തു. ദെൻ നമ്മളുടെ ആപ്പ് നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പ്രൈസൊക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് അറിയണം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ പേസ്റ്റിൻ്റെ ഒരു പ്രൈസ് അറിയുന്നതിന് ഇവിടെ പേസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ പേസ്റ്റുകൾ കാണാം അല്ലേ, നമ്മളുടെ എല്ലാ പേസ്റ്റുകളും. ഇപ്പോൾ കിഡ്സിൻ്റെ പേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും. അപ്പോൾ ഈ പേസ്റ്റിനെ കുറിച്ച് ഇനി ഡീറ്റെയിൽ അറിയണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാക്കിൽ എത്ര ഗ്രാം വരുന്നുണ്ട്, അതിൻ്റെ MRP ഇവിടെ തെറ്റിട്ടിട്ടുണ്ട് അല്ലേ, വരച്ചിട്ടുണ്ട്. DP പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പോയിൻ്റ് വാല്യൂ ഇവിടെ വലതുഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ഫോർ യൂസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചും നമുക്കിങ്ങനെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ സെർച്ചിൽ നമ്മളൊരു ഡീടോക്സിനെ കുറിച്ച് അടിക്കണം. നമുക്കൊരു ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം അറിയണമെന്നുണ്ടെങ്കിൽ ഡീടോക്സിനെ കുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡീടോക്സ് അടിച്ചു. ഇപ്പോൾ ഡീടോക്സ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിലൊക്കെ നേരെ ഡീടോക്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസേജ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. 1 ടാബ്ലറ്റ് ട്വിസ് ഡെയിലി ബിഫോർ മീൽസ് ഓർ ആസ് എ ഡയറക്ടർ ബൈ ദ ഫിസിഷ്യൻ. അപ്പോൾ ഒരു ടാബ്ലറ്റ് വീതം 2 നേരം നമുക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കാമെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ PV എത്ര വരുന്നുണ്ടെന്ന് ഇവിടെ വലതുഭാഗത്ത് ബ്ലൂ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ MRP 604 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൈസ് 460 കൊടുത്തിട്ടുണ്ട്. എത്ര പീസ് അതിലുണ്ട് എന്നുള്ളത് പാക്കിൽ 60 യൂണിറ്റ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇനി പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അതർ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതർ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തു. ദെൻ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്: ഷോപ്പ്, റിപ്പോർട്ട്, നെറ്റ്വർക്ക്, മെനു. ഇപ്പം മെനു ബാറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം ചെയ്തിട്ടുള്ള പർച്ചേസ് ഇവിടെ PV എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. TGPV എന്നുള്ളത് ടീം ഗ്രൂപ്പ് PV, നമ്മുടെ ടീമും കൂടിയും പർച്ചേസ് ചെയ്തിട്ടുള്ള PV നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മളുടെ ഇപ്പം നോൺ ക്വാളിഫൈഡ് അഡ്വൈസർ എന്ന് ഇവിടെ വലതുഭാഗത്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഗോൾഡ് കളറിൽ, പിന്നെ ഒരു ബ്ലൂ ലെറ്ററിൽ കാണാൻ കഴിയും. അവിടെ നമ്മൾ ഏത് ടൈറ്റിലാണ് ഇപ്പോൾ ഇവരെ ഉള്ളത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ മാസത്തെ ടൈറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ പിന്നെ ബിസിനസ് സമ്മറിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാസത്തെ ബിസിനസ് സമ്മറി നമുക്ക് കാണാൻ കഴിയും. അപ്ലൈൻ ആരാണെന്ന് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു. ദെൻ നമ്മൾ ഏതെങ്കിലും ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈ ഓർഡറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഏത് ദിവസമാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സിൽ എത്ര ഓർഡർ ഉണ്ടെന്ന് കാണാം. ലാസ്റ്റ് 15 ഡേയ്സിൽ ഓർഡർ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ കഴിയും. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ദെൻ പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. പാൻ കാർഡ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ പാൻ കാർഡിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു ടിക്ക് മാർക്ക് ഇല്ല. KYC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ട്.
നെഫ്റ്റ് അപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ദെൻ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് പ്രധാനമായിട്ട് അറിയേണ്ടത് MSc DP ലൊക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് DPകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, സ്റ്റേറ്റും സിറ്റിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് DP എവിടെയാണെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ മെയിൻ മെനു ബാറിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് 4 ഓപ്ഷന് താഴെ കാണാം. അതിൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ പോകും. നെറ്റ്വർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിൽ എത്ര പേരുണ്ട്, അവരുടെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമുക്കിത് ഉപകരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സ്പോൺസറാക്കി മാറ്റുക. പിന്നെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഏപ്രിൽ മാസമാണ്, ഒന്ന് വ്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആളുകളുടെ പേരുകളാണ് ഇതൊക്കെ കേട്ടോ. അതായത് ഈ ഫസീല എന്ന് പറയുന്ന ആളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ ഡാറ്റയാണിത്. അപ്പോൾ അവർക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലതുഭാഗത്തുള്ള ആ ഒരു ഫോൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ കോൾ ചെയ്യാൻ കഴിയും. ദെൻ അവരുടെ ഡാറ്റ ഡീറ്റെയിൽസ് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടതുഭാഗത്ത് അവരുടെ MA നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ മാസത്തെ ഒരു ഡാറ്റ നമുക്ക് കാണാൻ കഴിയും. അവരുടെ എല്ലാം കാണാൻ കഴിയും, അവർ ജോയിൻ ചെയ്ത ദിവസം, അതുപോലെ തന്നെ അവരുടെ സ്പോൺസർ അപ്ലൈൻ പേര്, കാര്യങ്ങൾ, അവരുടെ PV CGPV, അവരുടെ KYC അപ്രൂവ് ആണോ, നെഫ്റ്റ് അപ്രൂവ് ആണോ, ഇത്തരം ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. നമുക്ക് അതിൻ്റെ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അത് ഒഴിവാക്കാം. ഇനി അടുത്തൊരാൾ ഇതേപോലെ നോക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ അവരുടെ MA നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരും, നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ഇനി ഇതിൽ നമ്മുടെ കൂടെ വന്നവരുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ജബിത എന്ന് പറയുന്ന ഒരാളിൽ നമുക്ക് വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഡാറ്റകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്ടിവേഷൻ ബോണസ് റിപ്പോർട്ട് കാണാൻ കഴിയും. ആരൊക്കെ ആക്ടിവേഷൻ ബോണസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ കാണാത്തത്. ദെൻ നെക്സ്റ്റ് ലോയൽറ്റി റിപ്പോർട്ട്, നമ്മുടെ ലോയൽറ്റി ഓരോ മാസം നമ്മൾ ചെയ്ത പർച്ചേസിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ലോയൽറ്റി റിപ്പോർട്ട് കാണാൻ കഴിയും ഓരോരുത്തരുടേതും. ഇതിലിപ്പോൾ അവരുടെ ടീമിലുള്ള മുഴുവൻ ഇവിടെ കാണിക്കുകയാണ്. നമുക്ക് അവരുടെ ഏത് ടീമിൻ്റെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജിബിതൻ്റെ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ ചെയ്ത പർച്ചേസ് ചെയ്ത 4 മാസം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലോയൽറ്റി റിപ്പോർട്ട് നോക്കുന്നത് മനസ്സിലാക്കി. ട്രാവൽ ഫണ്ട് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് ജിനിയോളജി, ബോണസ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ബോണസ് എത്ര കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവർക്ക് 908 രൂപ പവർ ഓഫ് 4 ബോണസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കവിടെ താഴായിട്ട് 1023 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ബോണസ്. കഴിഞ്ഞ മാസം പവർ ഓഫ് 4 അച്ചീവറായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഓരോരോ മാസത്തെയും ബോണസ് കാണാൻ കഴിയും. ബിൽഡർ റിപ്പോർട്ട് കാണാൻ കഴിയും. ബിൽഡർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ആൻഡ് പോലുള്ള ആളുകളുടെ ഡാറ്റയാണ്, അതില്ലാത്തതുകൊണ്ട് അത് കാണൂല. ഇങ്ങനെ ഒരുപാട് നമ്മളെ ടീമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, മൈ ഏണിങ്സ്. ഇപ്പം മൈ ഏണിങ്സിൽ ഇതാ 4 മാസമായിട്ട് ഇവർ 1000 രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഡിസംബറിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ ആപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു നോർമൽ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക. ആവശ്യമായ സാഹചര്യങ്ങളിൽ അപ്ലയൻസുമായി ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.